നമസ്കാരം, ഞാൻ രാജശേഖരൻ, വാസ്തു കൺസൾട്ടൻറ്റ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം വാസ്തുവിദ്യയും പരിസ്ഥിതിയും തമ്മിലുള്ള എന്താണെന്നുള്ള കാര്യമാണ്. നമ്മുടെ ആചാര്യന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നത് പ്രകൃതിയിലെ സർവ്വ ചരാചരങ്ങളും ഈക്വലാണ്. അവിടെ ഞാൻ വലുത്, നീ ചെറുത്, അങ്ങനെ യാതൊരു വ്യത്യാസമില്ല. സർവ്വ പ്രാണികളും മരങ്ങളും ചെടികളും കാടും എന്ന് വേണ്ട സർവ്വതും ഒരേ അവകാശമാണ് ഭൂമിയിൽ ജീവിക്കാൻ. അപ്പം നമ്മുടെ വാസ്തുവിദ്യ പ്രകാരം നമ്മൾ ഒരു മരം മുറിക്കാൻ പോകുമ്പം നമ്മുടെ സമാന സ്വഭാവമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ജീവിയായിട്ടാണ് കരുതുന്നത്. പക്ഷേ മരം മുറിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ ആ മരത്തിനോട് നമ്മൾ ആദ്യം അപേക്ഷിക്കുകയാണ്, ഞാൻ ഈ തെറ്റ് ചെയ്യുന്നത് മാപ്പാക്കണം, എനിക്ക് വേറെ നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ആ മരം മുറിക്കുന്ന ആയുധത്തിൽ തേൻ പുരട്ടി മധുരം പുരട്ടിയിട്ടാണ് നമ്മളത് മുറിക്കാൻ തുടങ്ങുന്നത്. അതിനു മുമ്പ് ആ മരം വീടായി ഉപയോഗിക്കുന്ന ധാരാളം പക്ഷികളും മറ്റ് ജീവികളും ഉണ്ടാവും. അതുപോലെ നമ്മൾ കാണാത്ത ചൈതന്യങ്ങൾ ഒരുപക്ഷെ ആ മരത്തിലുണ്ടാവും. അവയോടൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും ഞങ്ങൾ ചെയ്യുന്ന തെറ്റ് മാപ്പാക്കണമെന്ന് അപേക്ഷിച്ചിട്ടാണ് നമ്മൾ ആ മരം മുറിക്കുന്നത്. സർവ്വചരാചരങ്ങൾ ഈക്വലായിട്ട് കരുതുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ശരിക്കും വീട് നമ്മൾ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ, വാസ്തുമണ്ഡലം കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാവ് നിർമ്മിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ധാരാളം പണ്ടുകാലത്ത് കാവ് ധാരാളം ഉണ്ടായിരുന്നു. കാവ് തീണ്ടാൻ പാടില്ല എന്ന് പറയാറുണ്ട്. ആ കാവ് നിർമ്മിക്കുമ്പോൾ അതിനകത്ത് വീടിന് എത്രമാത്രം സ്ഥലം നമ്മൾ എടുത്തോ, ആ വാസ്തുമണ്ഡലം എത്ര എടുത്തോ അത്രയും വലിപ്പത്തിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ കാവ് കൊടുക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മളെപ്പോലെ നമ്മുടെ സഹോദരങ്ങൾ, ഏകോദര സഹോദരൻ നിൽക്കേണ്ട ജീവികൾ, പാമ്പ്, പ്രാണികൾ, മരങ്ങൾ, ചെടികൾ, വള്ളികൾ എല്ലാം അവിടെ സ്വസ്ഥമായിട്ട് അത് കെട്ടിത്തിരിച്ച് സ്വസ്ഥമായിട്ട് നമ്മൾ പ്രവേശിക്കാതെ അതിനെ സംരക്ഷിക്കുന്നു. രണ്ടാമത്തെ ഗുണം, നമുക്ക് ധാരാളം ആ വീട്ടിൽ താമസിക്കുന്ന ധാരാളം ഓക്സിജൻ വേണം. ആ ഓക്സിജൻ ലഭിക്കാൻ ഈ ചെടികളും മരങ്ങളും നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ വേരുകൾ മഴക്കാലത്ത് ധാരാളം വെള്ളം സംഭരിക്കും. ഈ വെള്ളം നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് കിണറിന് സ്ഥാനം വരുന്നത്. അപ്പോൾ ഈ വെള്ളം തീർച്ചയായിട്ടും അതൊരു വാട്ടർ സ്റ്റോറേജായി മാറിക്കൊണ്ട് ഈ കിണറുകളിലേക്ക് ആ വെള്ളം സാവധാനം ഒഴുക്കി ഒരു വേനൽക്കാലത്ത് നമുക്ക് വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല. അങ്ങനെ അത്രമാത്രം പ്രാധാന്യമുണ്ട് പരിസ്ഥിതിയും അതുപോലെ തന്നെ വാസ്തുവിദ്യയായിട്ട്. വാസ്തുവിദ്യ വളരെ പ്രധാനമായി ക്ഷേത്രത്തിന് മരം മുറിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നിലത്തുപോലും വീഴ്ത്താതെ അതിനാണ് ആദ്യവും 2 ആഴ്ച മുമ്പ് അതിൽ പോയിട്ട് പൂജ നടത്തി അവിടുത്തെ പ്രാണികളോടും മറ്റ് നമുക്ക് കാണാൻ കഴിയാത്ത ചൈതന്യങ്ങളും മാറിപ്പോണമെന്ന് അപേക്ഷിച്ച് നിലത്ത് വീഴാതെ കൊണ്ടുവന്നിട്ട് മരം മുറിച്ച് അവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അത്രമാത്രം വാസ്തുവിദ്യ പരിസ്ഥിതിക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. പുതിയൊരു വിഷയമായി വരും ദിവസം കാണാം. നന്ദി, നമസ്കാരം.